പ്രിയപ്പെട്ടവരെ, ഈശോ കടലിനെ ശാന്തമാക്കിയ ശേഷം ഈശോ ഒരു സ്ഥലത്തേക്ക് ചെന്ന് ഇറങ്ങുകയാണ്. ആ സ്ഥലത്തിൻ്റെ പേരാണ് ഗനേസറത്ത്. ഗനേസറത്തേക്ക് ഈശോ പോയി ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു പിശാച് ബാധൻ ഈശോയുടെ നേരെ വരുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേൾക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. അവൻ കരക്കിറങ്ങിയപ്പോൾ പിശാച് ബാധയുള്ള ഒരുവൻ പട്ടണത്തിൽ നിന്ന് അവനെ സമീപിച്ചു. അവൻ വളരെ കാലമായി വസ്ത്രം ധരിക്കാറില്ലായിരുന്നു. അവൻ വീട്ടിലല്ല, ശവക്കല്ലറകളിലാണ് കഴിഞ്ഞുകൂടിയത്. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു അടയാളം, ഈ പിശാച് ബാധകൻ അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തി അല്ലെങ്കിൽ പാപത്തിൻ്റെ അരൂപി ഒരു വ്യക്തിയിൽ വന്നു കഴിയുമ്പോൾ അവൻ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഈ അശുദ്ധാത്മാവ് അടിമയാക്കി വെച്ചിരിക്കുന്ന വ്യക്തിയുടെ ഒരടയാളം അത് വസ്ത്രം ധരിക്കാറില്ല. അപ്പോൾ നമ്മളിൽ ഓരോരുത്തരിലും ഈ തിന്മയുടെ പാപത്തിൻ്റെ അരൂപിയുടെ സ്വാധീനം കടന്നു വരുമ്പോഴാണ് ഈ വ്യക്തിക്ക് എന്താ പ്രത്യേകത? ഈ വ്യക്തി വസ്ത്രം ധരിച്ചിട്ടില്ല, എന്നാൽ ഈ വസ്ത്രം ധരിക്കാത്തത് മറ്റുള്ളവർ കാണുന്നു എന്ന് വിചാരിച്ചിട്ട് ഈ വ്യക്തിക്ക് ലജ്ജയും ഉണ്ടാകുന്നില്ല. ഞാൻ വസ്ത്രം ധരിച്ചിട്ടില്ല, അത് മറ്റുള്ളവർ കാണുന്നു എന്ന് വിചാരിച്ച് ലജ്ജയും ഉണ്ടാകുന്നില്ല. അപ്പോൾ പാപത്തിൻ്റെ അരൂപി നമ്മളിൽ സ്വാധീനം ചെയ്യുമ്പോൾ വരുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പ്രദർശിപ്പിക്കുവാനുള്ള ഒരു പ്രവണത. അല്ലെ, എൻ്റെ ശരീരം മറ്റുള്ളവർ കാണുന്നുണ്ട്, എൻ്റെ ശരീരം കാണുന്നുണ്ടെന്നത് അറിഞ്ഞാൽ പോലും എനിക്ക് ലജ്ജയില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു. രണ്ടാമത്തെ ഒരു തലം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ നഗ്നത കാണാനുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ അശുദ്ധ അരൂപി, പാപത്തിൻ്റെ അരൂപി എന്നിൽ വരുമ്പോൾ ഒന്ന്, എൻ്റെ ശരീരം പ്രദർശിപ്പിക്കാനുള്ളൊരു പ്രവണത എന്നിലുണ്ടാകും. രണ്ട്, മറ്റുള്ളവരുടെ നഗ്നത കാണാനുള്ള ഒരു പ്രവണത എന്നിൽ ജ്വലിക്കും. പരിശുദ്ധ അമ്മ പറയുകയാണ്, പ്രത്യക്ഷീകരണം നൽകുന്ന സ്ഥലത്ത് പരിശുദ്ധ അമ്മ പറയുകയാണ്, ഫാഷൻ സാത്താൻ്റെ ഒരു വിജയ മേഖലയാണ്. ഫാഷനിലൂടെയാണ്. എന്നിട്ട് ഈ പരിശുദ്ധമ്മ പറയാണ്, പരിശുദ്ധ കുർബാനയ്ക്ക് എത്തുന്നവർ ശ്രദ്ധിക്കണം, ശരീരം പ്രദർശിപ്പിക്കുന്നവർക്ക് ശിക്ഷയുണ്ടാകും. അപ്പോൾ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക, നമ്മുടെ ഉള്ളിൽ അശുദ്ധാരൂപി കടന്നു വരുമ്പോൾ, പാപാരൂപി നിറയുമ്പോഴാണ് നമ്മുടെ ശരീരം പ്രദർശിപ്പിക്കുവാൻ, അത് ഫാഷൻ കൂട്ടുപിടിച്ച് പ്രദർശിപ്പിക്കാനുള്ള പ്രവണത. അങ്ങനെ എൻ്റെ ശരീരം മറ്റുള്ളവർ കാണുന്നുണ്ട് എന്നുള്ളത് എനിക്കൊരു ലജ്ജയില്ലാതെയായിത്തീരും. രണ്ട്, മറ്റുള്ളവരുടെ നഗ്നത കാണാനുള്ള ആഗ്രഹം. ചിന്തിക്കുക, തിരുത്തുക. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.